ഹായ് അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു ഫാത്തിഷ്ക്. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. കാര്യം ഞാൻ സൗദിയിലേക്ക് പോവാണ് ഗൈസ്. അത്രേ ഉള്ളൂ. പിന്നെ അത്രയ്ക്ക് എന്താ, ഗോ എൻജോയ് ലൈഫ് ഔട്ട് ദെയർ വിത്ത് ഹസ്ബൻഡ്. അങ്ങനെ എല്ലാവരോടും സലാം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ചെക്കിങ്ങിലോട്ട് ചെന്നു. സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. കാരണം എൻ്റെ ഉമ്മിനെ വിട്ടു പോകുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. പിന്നെ ഞാൻ എയർപോർട്ടിൽ പോയാൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ലോഞ്ച് യൂസ് ചെയ്യുക എന്നുള്ളത്. അസ്സലാമു അലൈക്കും. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ ഇപ്പോൾ സമയം ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 5:50. ഇതാകെ തണുത്തു പോയി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞില്ല. ഐ ഗോട്ട് സം ക്യുക്കുംബർ, പപ്പായ, പിന്നെ എന്തോ ഒരു ഫ്രൂട്ട് ജാം ഉണ്ട്, ദെൻ ഡേറ്റ്സ്, വൈ നോട്ട്, പിന്നെ എന്തോ ഒരു സംതിങ് ബ്രെഡ്, ആൻഡ് ദെൻ വി ഹാവ്, ഇതിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി. പേഗൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണം. പിന്നെ ഇത് ആക്ച്വലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊരു എന്താ പറയുക, ഒരു പൊരിച്ച പത്രീൻ്റെ ഒരു മിനി വേർഷൻ. അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ പുറത്ത്. ഞാൻ ആക്ച്വലി കയറി വന്നപ്പോൾ ഞാൻ പേടിച്ചു. അവർ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, ബൊഫെ ആയിട്ടില്ല പറഞ്ഞു. ഇപ്പം ഞാൻ വേഗം സമയം നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഓപ്പൺ ആവുമായിരിക്കും എന്ന് പറഞ്ഞു. ഭാഗ്യത്തിൽ കയറി വന്നപ്പം കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് 5:40 കഴിയുമ്പോഴാണ്, 5:40 ഒക്കെ ആകുമ്പോഴത്തേനും ഒക്കെ സെറ്റാവും. ഈ ടൈം വരാത്തതുകൊണ്ട് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, എനിക്കൊരു 2 മണിക്കൂറുണ്ട്, 7:30 വരെ എനിക്ക് സമയമുണ്ട്, മെല്ലെ ഞാൻ കഴിച്ചിട്ട് പൊക്കോളാം ഞാൻ പറഞ്ഞവരോട്. സോ ഇത് ടേസ്റ്റ് നോക്കാം. ഐ ലവ് ക്രോസാൻസ്. ഞാൻ എവിടെ പോയാലും ഏത് ബേക്കറി പോയാലും ഞാൻ പൊക്കി എടുക്കുന്ന ഒരു സാധനമാണിത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് ചൂടോടെ കഴിച്ചാലേ ഒരു രസമുള്ളൂ. ഇതിപ്പോൾ ഞാനത് എടുക്കണോ വേണ്ടേ പിന്നെ അത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ പൊക്കി എടുത്തതാണ്. നല്ല കഴിച്ചാൽ മതി, സമയമുണ്ട്, ഇനിയുണ്ടൊരു 1.5 മണിക്കൂർ. സത്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ ഈ ജാമൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് കഴിക്കുന്നില്ല കേട്ടോ. ബട്ട് ഈ ഒരു ക്യൂട്ട് കവറിൽ ഇതിവിടെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പം എടുക്കാൻ തോന്നി. ഞാനുണ്ടല്ലോ ലാസ്റ്റ് ടൈം ലോഞ്ച് വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഇരുന്നതൊരു അടിപൊളി സ്ഥലത്താണ്. ഐ മീൻ ലൈക്ക് പുറത്തേക്ക് നമുക്കൊക്കെ കാണാം, ഗ്ലാസ് ഇട്ടൊക്കെ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഞാൻ ഇരുന്നത്. അപ്പം ഈവനിങ് ആയിരുന്നെങ്കിൽ പോലും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്ന് ആക്ച്വലി എൻ്റെ ഒരു മൈൻഡിൽ അങ്ങനത്തെ ഒരു സീറ്റും ഇങ്ങനെ ഫുഡൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. കാരണം അതൊക്കെ മീൻസ് സൺറൈസും കൂടെ കാണാൻ പറ്റിയ അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ പാളിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് അന്നത്തെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക്, ഞാൻ വെച്ചാൽ നിറച്ച ആൾക്കാരായിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു മോർണിംഗ് ടൈമിൽ ഒരുപാട് ഡിപ്പാച്ചേഴ്സ് ഉണ്ടാവും. സോ ഐ തോട്ട് ഫുൾ റഷ് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു പൊടി പോലും ഇല്ല. ഐ മീൻ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ആൾക്കാർ കാണുന്നില്ല. അവിടെ 2-3 പേരൊക്കെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കോഫി പോയി കുടിക്കണേ, അത് കുടിച്ചോളാം. ആർക്കെങ്കിലും പറഞ്ഞു നോക്കാം എടുത്തരാൻ. ഞാൻ ആ മെഷീനിൽ പോയി കളിച്ചിട്ട് പിന്നെ ഒന്നാമത് വൈറ്റാ, എന്തിനാ വെറുതെ. അപ്പോൾ
എന്താ ഞാൻ പറഞ്ഞത്, അപ്പോൾ അധികം ആൾക്കാരും ഇല്ല. സോ ഐ തോട്ട് എന്തായാലും ഇവിടെ പോസ്റ്റാണ്, ഒരു 1.5 മണിക്കൂർ ഐ വിൽ ഹാവ് ടു വെയിറ്റ് ഹിയർ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാൻ ആരും ഇല്ല താനും. അപ്പോൾ പിന്നെ ഇത് പെർഫെക്റ്റ് ടൈമിങ്ങാണ്, എന്നെ നോക്കാനോ മൈൻഡ് ചെയ്യാനോ ആരുമില്ല, എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ഒരു കുറവും വിചാരിക്കണം. എത്ര വട്ടം ഫ്ലൈറ്റ് കയറിയാലും ഒരിക്കലും മടുക്കാത്തൊരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് നമ്മളൊന്നും ഒന്നൊന്നും അല്ല എന്നുള്ള തോന്നുന്നൊരു വ്യൂ ഇല്ലേ, അതാണിത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ദമാമിൽ ആഷിൻ്റെ ഒരു കൊളീഗിൻ്റെ വീട്ടിലേക്കായിരുന്നു. ആൻഡ് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് നല്ല കരിമീനും കക്കാർച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ താത്ത ഞങ്ങൾക്ക് നല്ലൊരു കല്ലപ്പവും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഒബ്വിയസ്ലി ഞാൻ എൻ്റെ വാപ്പിനെ കാണാൻ വേണ്ടി പോയി. കുടിച്ചോക്കെ ഇത് ഞാൻ കുടിച്ചിട്ടുള്ളതാ. നല്ല നല്ല സ്ട്രോബെറിയിൽ ഇങ്ങനെ ടേസ്റ്റ് ആയിരുന്നില്ലേ? പിന്നെ ഞങ്ങൾ ഓൺ ഡ്രൈവ് നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നേരെ റിയാദിലേക്ക് എത്തിയപ്പോൾ ഫസ്റ്റ് കഴിച്ചത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും മടുക്കാത്തൊരു സാധനമാണ് അൽബേക്കത്തെ ചിക്കൻ നഗറ്റ്സ്. ഓഫ്, അതങ്ങോട്ട് കഴിക്കുമുണ്ടല്ലോ ഞാൻ സ്വർഗം കാണും. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി. ചെറിയ ഷോപ്പിംഗ് ഒന്നും അല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി. എന്താ വാങ്ങിയേ? എന്താ മോയ? അങ്ങനെ ആ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നപ്പോൾ MTയിലത്തെ നല്ല മധുബൂത്ത് വാങ്ങി കഴിച്ചു. അതിനോ രക്ഷ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒരു ക്രേവിങ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്പാനിഷ് ലാറ്റയും ഡോണറ്റ്സും വാങ്ങി. ഇതിനിടയ്ക്ക് ഒരാൾ എൻ്റെ ഇൻസ്റ്റയുടെ സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നൈറ്റ് ഷോ തുടരൂന് കയറി. തുടരും കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അതാ എവിടെ നിന്നില്ലാത്തൊരു പൊടിക്കാറ്റ്. ഇത് അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമല്ല, എന്നാലും ഒരു വൃത്തികെട്ടൊരു പൊടിക്കാറ്റ്. അങ്ങനെ ഡേ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വെറൈറ്റി സാധനം ട്രൈ ചെയ്തു. ഇത് ആക്ച്വലി ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ളതാണ്. ഇതാണ് സാദർ. ഇതൊരു അടിപൊളി വെറൈറ്റി സാധനം കേട്ടോ. ഇതിനെ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സോ ഐ ലവ്ഡ് ഇറ്റ്. നല്ല ടേസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ, സീ യു സൂൺ. അസ്സലാമു അലൈക്കും.